ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്നേക്ക് പാർക്കിൽ വന്നിട്ടുള്ളത് പറശ്ശിനിക്കടവ്. സംഭവം ഇതാദ്യം മനസ്സിലായിട്ടില്ല, ഇതിപ്പം പുതുതായിട്ട് വന്നതാ തോന്നുന്നു. കയറി നോക്കാം. ആകെ കൂടെ സെറ്റപ്പ് മാറ്റി അല്ലേ. ഇതന്നെ, ഇത് മുള്ളം മഞ്ഞയാണോ? അല്ല, ഇന്ത്യൻ ക്രസ്റ്റഡും സിൻഡിക്കേറ്റ്. മുള്ളമ്പന്നി തന്നെ കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു വേറെ എന്തോ ഒരു സംഭവമാണെന്ന്. പക്ഷെ കാണുന്നില്ല, ഇത് മുള്ളമ്പന്നി തന്നെ. നല്ല വീടൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് മുള്ളമ്പന്നിക്ക് ഇപ്പം നമ്മളൊരു വർഷം വന്ന മുമ്പേ വന്ന പോലെ അല്ല, അത് കൂടുതൽ സെറ്റപ്പൊക്കെ മാറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ, എഴുതി വെച്ചിട്ടില്ല. മേ ബി വരുമായിരിക്കും, ഇവിടെ ആരും ഇല്ല. അപ്പം നല്ലൊരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു കാണുന്ന ഫീലുണ്ട്. വേണ്ട, സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കാട്ടിത്തരാം. പുറത്തിറങ്ങാം അല്ലേ. വീണ്ടും പുറത്തെത്തി. ഇവിടെയാണ് നമ്മളെ കുരങ്ങനുള്ളത്. കുരങ്ങന്മാരുണ്ട്, കുറച്ച് കുരങ്ങന്മാരുണ്ട്. കുരുത്തക്കേടൊക്കെ കളിക്കുന്നുണ്ട്. റോപ്പ് കെട്ടി കൊടുത്തിട്ടുണ്ട് കുരങ്ങന്മാർക്ക്. കാണിച്ചു തരാം. റോപ്പിൽ കയറി ആടുന്ന പണിയാണ്. ഇതൊരാൾ വന്നിട്ടുണ്ട്. ഹായ് ഹായ്. കുരങ്ങനെ വിളിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ സാധാരണ പൂച്ചനെ വിളിക്കുന്ന പോലെ കുരങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതൊരാൾ കണ്ടോ, ചാടി ഓടി. ദേവു സൈഡ് നോക്കേ. ഇപ്പൊ ഒരു കുരങ്ങൻ മാന്തുവിടാ. അപ്പൊ കുഞ്ഞു അങ്ങോട്ട് കുരങ്ങനെ കണ്ടിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി നോക്കുവാണേ. അപ്പോൾ കുറേ കുരങ്ങന്മാരുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ കൈ കൊടുത്താൽ മാന്തല്ലോന്ന് വെച്ചിട്ടാണ്. മോളെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കൂട്ടമുണ്ട് കേട്ടാ. ഇപ്പൊ ദേവിനെ കണ്ടിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഫ്രണ്ട്സിനെ കാണും. മോളെ കൈ കൊടുക്കലേ, കൈ കടിക്കും. കൈ കടിച്ചാൽ പിന്നെ നല്ല വേദന ഉണ്ടാവും. അതാ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞു അവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. മുകളിലൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ചാള്. ഒരു കുഞ്ഞു പോകുന്ന നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് അടുത്ത് കാണാൻ പോകാം. ഇനിയിപ്പോൾ എമു ആണ്. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഭരണി നെല്ലി, കാർത്തിക അത്തി, അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും സയൻറ്റിഫിക് നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രോഹിണി ഞാവൽ, ജാവാപ്ലം, മകയിരം കരിങ്ങാലി, കച്ച് ട്രീ, തിരുവാതിര കരിമരം, കശ്മീർ ട്രീ, പൂയം മരയാൽ, അങ്ങനെ ആയില്യം നാഗം, അങ്ങനെ ഒരു നക്ഷത്രമൊക്കെ വെച്ചിട്ട് ബച്ചാസൊക്കെ വെച്ചിട്ടുള്ള ഉത്രമത്തി, അത്തമമ്പഴം, ചിത്തിരക്കൂവളം, അങ്ങനെ കുറച്ച് നല്ല സംഭവമൊക്കെ ഉണ്ട്. ഓരോ നാളും ചോതി നീർമരുത് ഉണ്ട്. അതിൻ്റെ ലീവ്സൊക്കെ. തൃക്കേട്ട വെട്ടി, മൂലം വെള്ളപ്പൈൻ, പൂരാടം വഞ്ചിമരം, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക്. ഇനി എമു ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സംഭവം ഫുള്ള് സെറ്റപ്പൊക്കെ മാറിപ്പോയി, കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. എമുനെ കാണുന്നില്ല. ഇത് 2 വലിയ എമു ആണ്.
എമുവിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്ക്രിപ്ഷനൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എമു. ഔൾ ഹൗസ് മൂങ്ങയാണ്. അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആളവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നില്ല. ചിലപ്പം വലിയ കാട്ടിനുള്ളിടയിലുണ്ട്. കേട്ടോ പറന്നു വരാൻ പറ്റുന്ന കാടാണ്. മുകളിൽ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വെള്ള മൂങ്ങ, വെള്ളി മൂങ്ങ കേട്ടോ. ബാഡ് ഔൾ, മീൻ മൂങ്ങ, ബ്രൗൺ ഫിഷ് ഔൾ, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം ആരെയും പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിലെവിടെയെങ്കിലും ഉണ്ടാവും. സിൽവർ ഫെസൻറ്റ് കേട്ടോ. പിന്നെ ഇവിടെ പീക്കോക്ക് ഉണ്ട്. പീക്കോക്ക് ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മുറ്റത്തൊക്കെ വരലുണ്ട്. കുറച്ച് ദൂരെയാണ് കേട്ടോ. പീക്കോക്കിനൊരു പോണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട വന്നു. കൂട്ടിൻ്റെ ഉള്ളിലാണ് ആള്. റെപ്റ്റൈൽ സോൺ. എനിക്ക് കുറച്ച് പേടിയുള്ള സ്ഥലമാണ്. ഞാനിവിടെ നോക്കുന്നില്ല. ഈ സ്ഥലം എനിക്ക് പൊതുവേ കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. നോക്കാണ്ട് പോവാണ്. നല്ല പേടിയാണ്. അവർ മുന്നിലുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു മെല്ലെ. ഇപ്പോൾ സ്നേക്ക് പാർക്കിൽ കുറച്ച് സ്ഥലമൊക്കെ കണ്ട് അടിപൊളിയായി. കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് വന്നതുപോലെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ കുറേ സെറ്റിങ്സൊക്കെ മാറ്റി. കുറേ ഫിഷസൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലപ്പം വിസിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നൊരു അടിപൊളി പ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താണ് എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പം അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവരിപ്പോൾ ക്രോക്കഡൈലിനെ ഇവിടെ നോക്കുന്നുണ്ട്. മുതല ഈശ്വരോ, ഇത്ര മുതലയോ? കുറേ ക്രൊക്കഡൈൽസ് ഉണ്ട്. പക്ഷെ കണ്ടാല് പ്രതിമയാക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ, അല്ലേ?